മുഖ്യമന്ത്രി പിണറായി വിജയൻ ധർമ്മടത്ത് ജനവിധി തേടുന്നത് മൂന്നാം തവണയാണ്. അപ്പോൾ ധർമ്മടത്ത് ജനവിധി തേടുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ അങ്ങോട്ടേക്ക് എത്തി. നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിൻ്റെ അവസാന മിനിറ്റുകളിലാണ് അവിടെ ഉള്ളത്. ഇന്നലെ അവിടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗമൊക്കെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ വലിയ റോഡ് ഷോ ആദ്യം പ്ലാൻ ചെയ്തിരുന്നെങ്കിലും എനിക്ക് മുഖ്യമന്ത്രി നിർദ്ദേശപ്രകാരം തന്നെ വലിയ റോഡ് ഷോ ഒഴിവാക്കിയെങ്കിൽ കൂടിയും പ്രധാനപ്പെട്ട ഇത് ധർമ്മടമാണ്, പാർട്ടിയുടെ കോട്ടയാണ്. അവിടുത്തെ പ്രധാനപ്പെട്ട നേതാക്കൾ കുറച്ച് വലിയ അണികൾ ഒന്നുമല്ല, ഒരു പ്ലാൻഡ് റോഡ് ഷോ അല്ല അത്, എങ്കിൽ കൂടിയും സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു ജനക്കൂട്ടം മുഖ്യമന്ത്രിക്ക് പിന്നിലുണ്ടായിരുന്നു. അങ്ങോട്ടേക്ക് വന്ന് തലശ്ശേരി ജില്ലാ രജിസ്റ്റർ ഓഫീസിലെത്തിയാണ് വരണാധികാരിക്ക് മുമ്പാകെ പത്രിക സമർപ്പിക്കാൻ വേണ്ടി കേരളത്തിലെ മുഖ്യമന്ത്രി ഇരിക്കുന്നത്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനായി പത്തനാപുരം ഗാന്ധി ഭവനിലെ അന്തേവാസികളായ കുറച്ച് അമ്മമാർ അവർ നൽകിയ തുകയാണ് മുഖ്യമന്ത്രി ഇത്തവണ കെട്ടിവെക്കുന്നത് എന്ന സവിശേഷതയും ഇക്കുറി ഉണ്ട്. ഇന്നലെ കഴിഞ്ഞ ദിവസമാണ് ധർമ്മടത്ത് വെച്ച് ചേർന്ന LDFിൻ്റെ കൺവെൻഷനിൽ വെച്ച് പത്തനാപുരത്തു നിന്നുള്ള പ്രതിനിധികൾ ഗാന്ധി ഭവനിലെ അമ്മമാർ സമാഹരിച്ച ആ തുക മുഖ്യമന്ത്രി കൈമാറിയത്. അതാണ് മുഖ്യമന്ത്രി ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനായി കെട്ടിവെക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ അവിടെ നിന്നുള്ള സ്നേഹോപഹാരം അത് സ്വീകരിച്ചതിന് ശേഷമാണ് അത് കെട്ടിവെക്കാനുള്ള മുഖ്യമന്ത്രിയുടെ തീരുമാനം എന്ന് തോന്നുന്നു. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു കണ്ണൂർ ജില്ലയിൽ ഇതാദ്യമായി പത്രിക സമർപ്പിക്കുന്ന ഒരു സ്ഥാനാർത്ഥി കൂടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നേരത്തെ ദീപക് പറയുന്നത് പോലെ അങ്ങേയറ്റം കലാപകലുഷിതമായ, കലാപം എന്ന പറയുന്നത് വാക്കുകൾ കൊണ്ടും അല്ലാതെയുമൊക്കെ കലുഷമായ രാഷ്ട്രീയ സാഹചര്യം തെരഞ്ഞെടുപ്പിന് ഇനി 21 നാൾ മാത്രമാണ് ബാക്കി. 21 നാൾ കേരളം പോളിംഗ് ബൂത്തിലാണ്. അങ്ങേയറ്റം കലുഷമായ അതവിടെ പത്രിക മുഖ്യമന്ത്രിയുടെ കയ്യിലേക്ക് ഇലക്ഷൻ ശ്രീ പി ശശി ഏൽപ്പിച്ചിരിക്കുന്നു. മുഖ്യമന്ത്രി എഴുന്നേറ്റ് നിന്ന് ജില്ലാ വരണാധികാരിക്ക് ആ പത്രിക സമർപ്പിക്കുന്നതിൻ്റെ തത്സമയ സംപ്രേഷണമാണ് പ്രേക്ഷകർ കാണുന്നത്. തുടർഭരണം എന്നതിലൂന്നിയായിരുന്നു പ്രചരണം. ഏറ്റവും ഒടുവിൽ ദിവസങ്ങളിലേക്ക് വരുമ്പോൾ LDF കൃത്യമായി വികസനം എന്ന വിഷയത്തിലേക്ക് ദേശീയപാത 85% പൂർത്തിയാക്കിയതടക്കം, ഗെയിൽ പൈപ്പ് ലൈൻ അടക്കം, വിഴിഞ്ഞം തുറമുഖമടക്കം, ഏറ്റവും ഒടുവിൽ നമ്മൾ നേരത്തെ കേട്ട അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിലും തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടങ്ങളിലൊക്കെ കേട്ട മറ്റു നറേറ്റീവുകൾ, ജമാഅത്തെ ഇസ്ലാമി ബന്ധം പോലെയുള്ള കാര്യങ്ങളിലേക്കൊന്നും കൂടുതൽ ഊന്നാതെ കൃത്യമായ വികസനത്തിലേക്ക് തന്നെ നാരോയിൻ ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. LDF അതിൻ്റെ പത്രപരസ്യങ്ങളിലാവട്ടെ, ഈ രീതിയിലുള്ള കിഫ്ബി പരസ്യങ്ങളിലാവട്ടെ, എല്ലാ പരസ്യങ്ങളിലും ആവട്ടെ ഈ വികസനം എന്നതിലേക്ക് മാത്രം ഊന്നിയുള്ള ഒരു പ്രചരണ ടാക്ടിക്സിലേക്ക് പോയി LDF. എനിക്ക് തോന്നുന്നു വികസനം മുൻനിർത്തിയുള്ള പോസിറ്റീവ് പ്രചരണം കൂടുതൽ ഫലപ്രദമാകും എന്ന കൃത്യമായ വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാവണം അത്തരത്തിൽ വികസനത്തിൽ ഊന്നിയുള്ള പ്രചരണം നടക്കുന്നത്. അവിടെ വരണാധികാരിക്ക് മുന്നിൽ പത്രിക സമർപ്പണം നടത്തിയിരിക്കുന്നു. വരണാധികാരി അതിൻ്റെ ആദ്യ ഒരു പ്രാഥമിക ഒരു വിലയിരുത്തൽ അല്ലെങ്കിൽ ഒരു പ്രാഥമിക പരിശോധന നടത്തുകയാണ്. അവിടെ നേരത്തെ പറഞ്ഞതുപോലെ കലുഷമാണ്, അങ്ങേയറ്റം കലുഷമായ രാഷ്ട്രീയ സാഹചര്യമാണ്. അത് LDFിലാവട്ടെ, UDFിലാവട്ടെ, NDAയിലാവട്ടെ. ഈ പറയുന്ന രീതിയിൽ കാമരാജ് കോൺഗ്രസ് ഒക്കെ പൊട്ടിത്തെറിച്ച് പുറത്തു വരുന്ന സാഹചര്യം, പൊട്ടിത്തെറിച്ച് പ്രതികരിക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടു. കോൺഗ്രസിലെ പൊട്ടിത്തെറിയുടെ വാർത്തകൾ തന്നെയാണ് 2 ദിവസമായി വന്നുകൊണ്ടേയിരിക്കുന്നത്. അതാണ് ഏറ്റവും ഒടുവിൽ K. സുധാകരൻ എന്ന് പറയുന്ന കണ്ണൂരിലെ, ഇതും കണ്ണൂരാണ്, കണ്ണൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് പുറത്തു വന്ന് പുതിയ പാർട്ടി ഉണ്ടാക്കി 25 സ്ഥലങ്ങളിൽ സ്ഥാനാർത്ഥികൾ നിർത്തുമോ എന്നടക്കമുള്ള അങ്ങേയറ്റ പൊട്ടിത്തെറിയുടെ വക്കിൽ UDF രാഷ്ട്രീയം നിൽക്കുന്നു. LDFിലേക്ക് വന്നാൽ സമാനതകളില്ലാത്ത വണ്ണമുള്ള പൊട്ടിത്തെറി പാർട്ടി കോട്ടയിൽ തളിപ്പറമ്പിൽ തന്നെ നമ്മൾ TK ഗോവിന്ദൻ്റെ രൂപത്തിൽ കഴിഞ്ഞ ദിവസം കണ്ടു. അദ്ദേഹം പുറത്തിറങ്ങി വന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആഞ്ഞടിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അങ്ങനെ സമാനതകളില്ലാത്ത വണ്ണം ഇത്രയധികം കലുഷമായ ഒരു രാഷ്ട്രീയ സാഹചര്യം നേരത്തെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ സമീപകാലം നമ്മുടെ ഓർമ്മയിൽ ഇത്രയധികം കലുഷമായ ഇടത് LDF UDF രാഷ്ട്രീയകാലം നമുക്ക് ഓർമ്മയില്ല. അങ്ങേയറ്റം കലുഷമായ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ദിവസങ്ങളാണ് എന്ന ഒരു തോന്നൽ പോലും ഇല്ലാതെ കലുഷമാക്കുകയാണ് ബന്ധപ്പെട്ട പാർട്ടികൾ. അപ്പോൾ അങ്ങനെ കലുഷമാവുന്ന സാഹചര്യത്തിൽ കണ്ണൂർ ജില്ലയിൽ നിന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന ആദ്യത്തെ സ്ഥാനാർത്ഥിയാകുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന കാര്യം തർക്കം വേണ്ട. ദീപക് ധർമ്മടം തുടരുന്നു. ദീപക്, അങ്ങനെയല്ലേ കണ്ണൂർ ജില്ലയിൽ പത്രിക സമർപ്പിക്കുന്ന ആദ്യ സ്ഥാനാർത്ഥി പിണറായി ആണെന്ന് തോന്നുന്നു അല്ലേ? ക്യാപ്റ്റൻ ആദ്യം തന്നെ കളത്തിലിറങ്ങി ആദ്യം തന്നെ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞു. ഇപ്പോൾ പത്രികാ സമർപ്പണത്തിൻ്റെ നടപടിക്രമങ്ങൾ, പത്രികയുടെ സെറ്റ് പരിശോധിച്ച് രസീത് കൈമാറുന്ന ഒരു നടപടിക്രമമുണ്ട്. അതിന് വേണ്ടി മുഖ്യമന്ത്രി ഇപ്പോൾ വരണാധികാരിക്ക് മുൻപിൽ ജനാധിപത്യ പ്രക്രിയയിൽ സ്ഥാനാർത്ഥിയാകുന്നതിൻ്റെ നടപടിക്രമം പാലിച്ചുകൊണ്ട് അദ്ദേഹം വരണാധികാരി ജില്ലാ രജിസ്ട്രാർക്ക് മുൻപിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇരിക്കുന്നു. തൊട്ടരിയിൽ തന്നെ നിൽക്കുന്നത് ചീഫ് ഇലക്ഷൻ ഏജന്റായ മുൻ പൊളിറ്റിക്കൽ സെക്രട്ടറി സംസ്ഥാന കമ്മിറ്റി അംഗം P. ശശി, ജില്ലാ സെക്രട്ടറി KK രാഗേഷ്, ഒപ്പം തന്നെ കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജനും CPI നേതാവ് CN ചന്ദ്രനും
നിയന്ത്രണമുണ്ട്. നേരത്തെ തന്നെ റോഡ് ഷോ വേണമെന്ന് പ്രവർത്തകർ പറഞ്ഞു. പക്ഷേ എന്നാൽ മുഖ്യമന്ത്രി ഒരു റോഡ് ഷോ വേണ്ട എന്ന നിലപാടായിരുന്നു. അത്തരമൊരു നിലപാടിൻ്റെ ഭാഗമായി പക്ഷേ കുറച്ച് പ്രവർത്തകർ മാത്രമായി അവരിങ്ങോട്ടേക്ക് വരികയും ചെയ്തു. അങ്ങനെയാണ് ഇപ്പോൾ ഈ പത്രികാ സമർപ്പണത്തിന് വേണ്ടി ഇവിടേക്ക് ജില്ലാ രജിസ്ട്രാർക്ക് മുൻപാകെ മുഖ്യമന്ത്രി എത്തിയിരിക്കുന്നത്. ഇനി പത്രിക കൈമാറിക്കഴിഞ്ഞ് സ്ഥാനാർത്ഥിക്കുള്ള രസീത് നൽകുകയും സെറ്റ് നൽകുകയും വോട്ടർ പട്ടികയുടെ സെറ്റ് നൽകുകയും ചെയ്യുന്നതാണ് അടുത്ത നടപടിക്രമം. ആ നടപടിക്രമത്തിന് വേണ്ടി കാത്തിരിക്കുന്ന തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഈ വേളയിൽ ഒരുപാട് കാര്യങ്ങൾ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് ലീഗിലുണ്ടാകുന്ന പ്രശ്നം, UDF-ലെ പ്രശ്നം, കോൺഗ്രസിലെ പ്രശ്നം, CPM-ന് പ്രതിസന്ധി ഉണ്ടാക്കിക്കൊണ്ട് TV ഗോവിന്ദൻ നടത്തിയ പ്രശ്നം, അങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങൾ നിൽക്കുമ്പോഴും മുഖത്ത് ചെല്ലും ചാഞ്ചാട്ടമില്ലാതെയായിരുന്നു മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ വരവ്. അദ്ദേഹം സുസ്മേരവദനായി ഈ വരണാധികാരിക്ക് മുൻപിലേക്ക് നടന്നു വരികയായിരുന്നു. പാർട്ടി നേതാക്കൾക്കൊപ്പം പ്രവർത്തകർക്കൊപ്പം നടന്നു വരുന്നു. വലിയ രീതിയിൽ പ്രവർത്തകർ എത്തരുത് എന്നുള്ളതായിരുന്നു നിർദ്ദേശം. കാരണം തെരഞ്ഞെടുപ്പ് ചട്ടപ്രകാരം 5 പേർക്ക് മാത്രമാണ് പത്രികാ സമർപ്പണ വേളയിൽ അകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയും മറ്റ് 4 നേതാക്കളും മാത്രമാണ് പത്രികാ സമർപ്പണത്തിനായി അകത്തേക്ക് വന്നത്. ഇനി മുഖ്യമന്ത്രി നേരെ പോകുന്നത് മലപ്പുറത്തേക്കാണ്. മലപ്പുറത്ത് നിർണായകമായ ചില കൂടിക്കാഴ്ചകൾ ഉണ്ടെന്നാണ് വിവരം. അത് കഴിഞ്ഞ് മലപ്പുറം ജില്ലാ കമ്മിറ്റി ഓഫീസിൻ്റെ ഉദ്ഘാടനം. സ്വാഭാവികമായും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ രാഷ്ട്രീയ പ്രസംഗം ഇന്നാദ്യം കേൾക്കാൻ പോകുന്നത് കേരളം മലപ്പുറത്ത് നിന്നാണ്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, നേതാക്കൾ എല്ലാവരുമുണ്ട്. സ്പീക്കർ AN ഷംസീർ തലശ്ശേരിയുടെ നിലവിലെ MLA ആണ്. സ്പീക്കർ AN ഷംസീർ ഇവിടെയുണ്ട്. മണ്ഡലം സെക്രട്ടറി K ശശിധരൻ. അതായത് പ്രവർത്തകരുടെ വലിയ നിരയെ ഇങ്ങോട്ടേക്ക് എത്തിക്കരുത് എന്ന് കൃത്യമായ നിർദ്ദേശമുണ്ടായിരുന്നു. പക്ഷേ എന്നാലും ചില പ്രവർത്തകർ എത്തി. പക്ഷേ എന്നാൽ പ്രധാന നേതാക്കൾ എല്ലാവരും തന്നെ ഉണ്ട്. ചീഫ് ഇലക്ഷൻ ഏജന്റായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ചത് P ശശിയായിരുന്നു. P ശശി തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഇക്കുറിയും ധർമ്മടത്തെ ചീഫ് ഇലക്ഷൻ ഏജന്റ്. അതുകൂടാതെ തന്നെ കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ മുഖ്യമന്ത്രിക്കൊപ്പം തന്നെയുണ്ട്. മുഖ്യമന്ത്രിയുടെ ധർമ്മടത്തെ ക്യാമ്പ് ഓഫീസ് പിണറായിയിലെ MLA ഓഫീസിൽ നിന്നുമാണ് ഇങ്ങോട്ടേക്ക് പുറപ്പെട്ടത്. കാർമാർഗം നേരെ ഇങ്ങോട്ടേക്ക് വരികയായിരുന്നു. ഇവിടെ കുറച്ച് പ്രവർത്തകർ, തലശ്ശേരിയിലെയും ധർമ്മടത്തെയും പ്രവർത്തകർ കൂടിയിരുന്നു. അങ്ങനെ നടന്ന് അദ്ദേഹം ഇപ്പോൾ വരണാധികാരിക്ക് മുൻപിലേക്ക് എത്തി. പക്ഷേ വരണാധികാരിക്ക് മുൻപിൽ ജനാധിപത്യ പ്രക്രിയയിൽ സ്ഥാനാർത്ഥിയാകുന്ന നടപടിക്രമത്തിന് മുൻപിൽ നിൽക്കുമ്പോഴും കേരള രാഷ്ട്രീയം പ്രക്ഷുബ്ധമായി കലങ്ങി മറിയുന്ന സാഹചര്യമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം കണ്ണൂരിലെ തന്നെ ഒരുപക്ഷെ രാഷ്ട്രീയ വൈര്യത്തിൽ K സുധാകരൻ, പിണറായി വിജയൻ എന്ന 2 പേരുകളായിരുന്നു കേട്ടത്. അതിൽ K സുധാകരൻ കോൺഗ്രസ് വിട്ടുമോ ഇല്ലയോ എന്ന് വിടാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിൻ്റെ വാർത്താസമ്മേളനത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിൻ്റെ മണിക്കൂറുകളാണ് ഡൽഹിയിൽ നിന്നും കേൾക്കുന്നത്. കോൺഗ്രസിൻ്റെ പട്ടിക വന്നാൽ ഉടൻ തന്നെ K സുധാകരൻ തൻ്റെ നിലപാട് പ്രഖ്യാപിക്കും. അങ്ങനെയുള്ള നിരവധി രാഷ്ട്രീയ ഇളക്കിമറച്ചലുകൾക്കിടയിലാണ് ഒരുപക്ഷെ സുസ്മേരവദനായി ശാന്തനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പത്രിക സമർപ്പണത്തിന് വേണ്ടി ഇവിടെ ഈ വരണാധികാരിക്ക് മുൻപിൽ ഇരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതാ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ വരണാധികാരിക്ക് മുൻപിൽ എഴുന്നേറ്റ് നിന്നു. അതും തിരഞ്ഞെടുപ്പ് ചട്ടമാണ്. വരണാധികാരി ഇരിക്കുന്നു. ജില്ലാ രജിസ്ട്രാർ അദ്ദേഹത്തിന് മുമ്പിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് മുഖ്യമന്ത്രി പത്രികാ സമർപ്പണ നടപടി, ജനാധിപത്യ പ്രക്രിയയിലെ സ്ഥാനാർത്ഥിയാവുക എന്ന പത്രികാ സമർപ്പണ നടപടി മുഖ്യമന്ത്രി പിണറായി വിജയൻ പൂർത്തിയാക്കുന്നു. പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് മത്സരിക്കുന്ന ഏക നേതാവ് പിണറായി വിജയൻ. ക്യാപ്റ്റൻ്റെ 3-ാം ഊഴം എന്നാണ് ക്യാമ്പയിൻ. ആ നിലയിൽ എല്ലാ അർത്ഥത്തിലും പ്രക്ഷുബ്ധമായ രാഷ്ട്രീയ കേരളത്തിൽ ഒരു ഏതെങ്കിലും രീതിയിൽ ഇളക്കമില്ലാത്ത കുലുക്കമില്ലാത്ത പിണറായി വിജയൻ്റെ പത്രികാ സമർപ്പണമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹാഷ്മി, മുഖ്യമന്ത്രി പിണറായി വിജയൻ അവിടെ പത്രിക സമർപ്പിച്ചിരിക്കുന്നു. പത്രിക സമർപ്പണത്തിന്റെ അവസാന മിനിറ്റുകളാണ് ഇപ്പോൾ കാണുന്നത്. ഇത് 3-ാം തവണയാണ് CPM PP അംഗം കൂടിയായ മത്സരിക്കുന്ന ഏക PP അംഗം പിണറായി വിജയൻ അവിടെ ഒപ്പിട്ട് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക. അതിന് മുന്നിൽ നിന്ന് ഒപ്പിടുന്ന 1-2 സ്ഥലങ്ങളുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതിൽ ഒപ്പിടുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 3-ാം തവണയാണ് CPM പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയ പിണറായി വിജയൻ ധർമ്മട മണ്ഡലത്തിൽ നിന്ന് ജനവിധി തേടുന്നത്. ധർമ്മടത്തുനിന്ന് 3-ാം തവണയാണ്. പക്ഷേ അതിനു മുമ്പ് കൂത്തുപറമ്പ് മണ്ഡലത്തിൽ നിന്ന് 3 തവണ, ഒരു തവണ പയ്യന്നൂർ ജനവിധി തേടി വിജയിച്ച് സംസ്ഥാന നിയമസഭയിലേക്ക് എത്തിയിട്ടുണ്ട്. ഓർമ്മയുണ്ട്, കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഭാഗമാണ് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഉള്ള ഒരു സഭാ സമ്മേളനം. അതിൽ ചോര പുരണ്ട വസ്ത്രങ്ങളുമായി നിയമസഭയിലേക്ക് എത്തി പ്രസംഗിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പ്രസംഗങ്ങൾ അത് കേരള ചരിത്രത്തിൻ്റെ കൂടി ഭാഗമാണ്. നിയമസഭാ ചരിത്രത്തിൻ്റെ ഏറ്റവും ആവേശോജ്വലമായ അധ്യായങ്ങളിൽ ഒന്നാണ് ആ പ്രസംഗം എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമായിരുന്നു അത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.